നമ്മളിപ്പോൾ ഗാർണി ടെമ്പിളിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരാൾക്ക് 1500 ആണ് എൻട്രി ഫീസ് ആൻഡ് 500 ഡ്രാംസ് ആണ്. കിങ് ടെറഡസിന്റെ വീൻ സമയത്ത് ക്രിസ്ത്യാനിലായിട്ട് കൺവേർട്ട് ചെയ്ത സമയത്ത് എല്ലാ പേഗൻ ടെമ്പിൾസും അവർ ഡിസ്ട്രോയ് ചെയ്തു. എന്നിട്ട് അതെല്ലാം ചേർച്ചായിട്ട് കൺവേർട്ട് ചെയ്തു. പക്ഷെ ഇത് മാത്രം അവർ ഡിസ്ട്രോയ് ചെയ്തില്ല. കാരണം അതിന്റെ കൾച്ചറൽ ഇമ്പോർട്ടൻസ് കൊണ്ട് തന്നെയാണ്. ഇതാണ് ആകെ എക്സിസ്റ്റ് ചെയ്യുന്ന ടെമ്പിൾ. ഒരു അമ്പലത്തിൽ കോയിൻസ് ഇടരുതെന്ന് പറഞ്ഞു കേട്ടോ. എഴുതിയിട്ടുണ്ട് കോയിൻസ് ഇടരുത്. 1619 ആ സമയത്ത് ഒരു എർത്ത് ഉണ്ടായി. മാക്സിമം പ്ലേസും ഡിസ്ട്രോയ് ആയി. പിന്നെ സോവിയറ്റ് ഈ സമയത്താണ് ഇത് വീണ്ടും റീകൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഇതാണ് അമ്പലത്തിൽ നിന്നുള്ള വ്യൂ. ബത്വീക്കിന് ശേഷം റോയൽ ബാത്ത് അതിൻ്റെയൊക്കെ റെമിനൻസ് ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇവിടെ കാണുന്നതെല്ലാം അന്നത്തെ റെമിനൻസ് ആണ്. സോവിയറ്റ് റീൻ സമയത്ത് ഇതിനകത്ത് റീകൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ആ റീകൺസ്ട്രക്ഷൻ മാക്സിമം റിയൽ സ്റ്റോൺസ് വെച്ച് ചെയ്യാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. റീസെൻ്റ്ലി അല്ല, സോവിയറ്റ് റീൻ സമയത്ത് റീകൺസ്ട്രക്ഷൻ നടത്തി. 1690s ആ ഒരു എർത്ത് ഗ്രീക്കോ റോമൻ കൺസ്ട്രക്ഷനാണ് ഗാർണി ടെമ്പിൾ എന്ന് പറയുന്നത്. ലോകത്ത് ഇനി അവശേഷിക്കുന്ന ഒരേ ഒരു പേഗൻ ടെമ്പിളും കൂടിയാണ് ഗാർണി ടെമ്പിൾ. അവിടെ എന്താ ഒളിച്ചിരിക്കുന്നു? നമുക്കൊന്ന് പോണ്ടേ? പോണോ? ഇത്രയും ദിവസമായിട്ട് ഈ മഞ്ഞ തന്നെ നമ്മള്. പക്ഷെ അതിന് കൊതി തീരുന്നില്ല. എന്താ ഇന്ന് വൈകുന്നേരം നമ്മൾ എരവാനിൽ പോടെ ഐസ് കാണാനുള്ള ചാൻസ് വളരെ കുറവാണ്. എരവാനിലൊന്ന് പെയ്തെങ്കിൽ ചാൻസ് കുറവാണ്. അപ്പം കളിച്ചോ കൊച്ചേരം നിന്ന് കളിച്ചോട്ടെ കുഞ്ഞ്. എന്തുവാ ചുമ്മാ എന്തൊരുട്ടി വെക്കും. അത് അറിയരുത് എൻ്റെ അവർക്ക്. അത് എടുത്തോണ്ട് പോണ കാര്യം വേണ്ട. എങ്ങനെയുണ്ട് കാഴ്ചകൾ? ഇത് ടെമ്പിളിന്റെ അടുത്ത് തന്നെയുള്ളൊരു ഭാഗം കേട്ടോ. ടെമ്പിളിന് ചുറ്റും കാണുന്ന ഭാഗങ്ങളാണ്. ഇവിടെ മഞ്ഞിക്കളി തീർന്നിട്ടില്ല തീർച്ചയായിട്ടും. ഇത് ലൈഫിൽ കാണാൻ പറ്റുമോ? എന്റെ ലൈഫിൽ കാണാൻ പറ്റാത്ത എന്ത്? എന്നാലും മഞ്ഞ് തീർന്നുമില്ലേ? ഇനി എത്ര നാളെ വെയിറ്റ് ചെയ്യണം? ഇന്നും കൂടെ കണ്ടിട്ട് പിന്നെ ഒരു ഷോർട്ട് ബ്രേക്ക് എടുക്കാടെ. എന്തായി? ആർട്ടിസ്റ്റ് along with my art. ഇവിടെ എല്ലാം നമുക്ക് ശുദ്ധജലം കിട്ടും. ഡയറക്റ്റ് കുടിക്കാം. അടിപൊളി. അങ്ങനെയുണ്ട്. തണുപ്പില്ല? അത് ശരി. കുടി. അവിടെ കോഫിയും ഇവിടെ നമുക്ക് ജ്യൂസും, മാതളങ്ങ ജ്യൂസ്. എന്തോ ഫ്രീ ആയിട്ട് തന്നോന്നല്ലേ? ഫ്രൂട്ട് ലവാഷ് തന്നു. ലവാഷും കൂടെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ മൗണ്ടൻ ടീ വാങ്ങി കേട്ടോ. ഇത് വൈനാണ് വിത്ത് ആൽക്കഹോൾ. ഇത് നോർമലാണ്. മൗണ്ടൻ ടീ അല്ലേ? ഇത് ഇവിടെ കോഫിയാണ് കേട്ടോ. അർമേനിയൻ കോഫി. നമ്മളിവിടെ നിന്ന് മേടിച്ചൊരു സ്വീറ്റ് ഐറ്റം ആണ് ഇത്. ഇത് ആക്ച്വലി ഫ്രൂട്ട്സ് ഷീറ്റ് ആക്കിയിട്ട് അതിനകത്ത് വാൾനട്ട് വെച്ച സാധനമാണ്. കണ്ട 1000 ദ്രാംസ് കൊടുത്ത് മേടിച്ചതാണ്. പുള്ളിക്കാരി നമ്മൾ മേടിച്ച് വെക്കുന്നത് കണ്ടപ്പം നമുക്ക് എന്താണെന്ന് അറിയില്ല. അത് അപ്പോഴും അവർ പറഞ്ഞത് കൊണ്ട് മാത്രം മേടിച്ചതാ. മേടിച്ച് വെച്ചതിന്റെ സന്തോഷത്തിൽ അവരിതാ ഇത് നമുക്ക് ഫ്രീ ആയിട്ട് തന്നു. ഇത് ലവാഷ് എന്നാ പറയുന്നത്, ഫ്രൂട്ട് ലവാഷ് എന്നാ പറഞ്ഞത്. ആപ്പിളിന്റെ ഫ്രൂട്ട് ലവാഷ് ആണ്. ഇത് പോംഗ്രാനൈറ്റ് ആൻഡ് വാൾനട്ട് ആണ്. നമ്മളീ പോകുന്ന വഴിയിലല്ല ഈ പോസ്റ്റില് വലിയ പക്ഷികള് കൂട് പൊട്ടിയിരിക്കുന്നത് കാണാം. അത് ശരിക്കും വലിയ പക്ഷികളാണ് കേട്ടോ. അതുപോലെ തന്നെ അതിന്റെ കൂടും ശരിക്കും വലുതാണ്. മിക്കവാറും സ്ഥലങ്ങളിൽ ഇത് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ കാണാൻ പോകുന്നത് മറ്റൊരു ചരിത്ര പ്രധാനമുള്ള ഒരു സ്ഥലത്തേക്കാണ്. ഈ കാണുന്നതാണ് ലോകത്തെ ആദ്യത്തെ ക്രിസ്ത്യൻ പള്ളി. ലോകത്തിലെ തന്നെ ആദ്യത്തെ ക്രിസ്ത്യൻ പള്ളിയാണ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പള്ളിക്കകത്ത് തന്നെ ഒരു മ്യൂസിയം ഉണ്ട്. ഈ പള്ളിക്കുള്ള ഇമ്പോർട്ടൻസ് പോലെ തന്നെ ആ മ്യൂസിയത്തിനും കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇമ്പോർട്ടന്റ് ആയ വസ്തുക്കൾ അവിടെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതിലൊന്നെന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനെ അദ്ദേഹം മരിച്ചു എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിക്ക് റോമൻ പടയാളികൾ കുത്തി നോക്കിയ കുന്തം അത് ഈ മ്യൂസിയത്തിൽ വെച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ച നോഹയുടെ പെട്ടകത്തിൽ നിന്ന്
ഒരു ഭാഗം ഇളകി വന്നതും അതും ഇവിടെ അവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ലാവയിൽ നിന്ന് ഉത്ഭവപ്പെട്ട കല്ലുകൾ വെച്ചുണ്ടാക്കിയ കവാടമാണ് ഇവർക്കുള്ളത്. മൊണാസ്ട്രിയിലെ കുറച്ച് കാഴ്ചകൾ നമ്മൾ കണ്ടു. ഇനി നമ്മൾ ഇവിടുന്ന് പോകുന്നത് എരവലിലോട്ടാണ്. നമുക്ക് 6 മണിക്ക് അവിടെ വണ്ടി കൊണ്ട് കൊടുക്കണം. ഇന്നത്തോടുകൂടി നമ്മൾ റോഡ് ട്രിപ്പ് അവസാനിക്കുകയാണ്. പക്ഷേ കാഴ്ചകൾ തീരുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ എരവലിൽ ടൂറിന് ഇറങ്ങുന്നുണ്ട്. നൈറ്റിൽ എങ്ങനെയൊക്കെയാണെന്നുള്ളത് കാണാൻ വേണ്ടി ഇറങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ നാളെ രാവിലെ നമ്മൾ മദർ ആർമേനിയ കണ്ടില്ലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അതുകൊണ്ട് അതും പോയി ഒന്ന് കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും ട്രിപ്പ് കഴിയുന്നൊന്നുമില്ല, ഞാൻ ചെയ്തോണ്ടെങ്കിൽ. പക്ഷെ നാളെ വൈകിട്ട് വരെ നമുക്കുള്ളൂ ടൈം. നാളെ വൈകുന്നേരം വരെ നമ്മൾ പൊളിക്കും. ഒരുപാട് കാഴ്ചകൾ ഇനി നിങ്ങളെ മുന്നിൽ വരാനുണ്ട്. എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. 5 ദിവസം എങ്ങനെ പോയെന്നറിയാൻ വയ്യ അല്ലേ. ഞങ്ങൾ 5 days നോൺ സ്റ്റോപ്പ് ഓട്ടോ വരുന്നു. ഈ 5 days കൊണ്ട് ഒരുപാട് സ്ഥലം കണ്ടു. ബട്ട് മെനി ആർ സ്റ്റിൽ പെൻഡിങ്. എല്ലാ റോസാപ്പൂ അവിടെ നമ്മളെ ഡസ്റ്റർ തിരിച്ചു കൊടുക്കുകയാണ്. നല്ലൊരു വണ്ടിയാണ് കേട്ടോ. ഞാനിത് ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്. നല്ലൊരു വണ്ടിയാണ്, സ്മൂത്താണ്, ഡ്രൈവ് ചെയ്യാനൊക്കെ സുഖമാണ്. നല്ലൊരു വണ്ടി. സോ ഹെഡിങ് ടുവേർഡ്സ് എരവൻ. ഇപ്പം നമുക്ക് നമ്മുടെ ഹോട്ടലിൽ പോയി ബാഗെല്ലാം വെച്ച് എന്നിട്ട് നമുക്ക് വണ്ടി റിട്ടേൺ ചെയ്യണം. വണ്ടി കൊടുക്കണം. ആ, കാറ് റിട്ടേൺ ചെയ്തിട്ട് നമുക്ക് ഹോട്ടലിൽ പോകാം. ഓക്കെ. അടിപൊളി ഒരു ബെൻസ് അല്ലേ? അടിപൊളി. കണ്ടുകൊണ്ടിരിക്കുന്ന വിക്ടറി ബ്രിഡ്ജ് എന്ന് പറയുന്നത് വൈൻ വോഡ്ക ഫാക്ടറി. ഇവിടെ ഒന്ന് പോണോന്ന് പറഞ്ഞിരിക്കുക. നമുക്ക് നാളെ ടൈം കിട്ടുമെങ്കിൽ പോകാം കേട്ടോ. എരവൻ നോയ് അറാറത്ത് ബ്രാൻഡി വൈൻ വോഡ്ക ഫാക്ടറി. നമ്മള് മൊത്തം 627 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് 3 ദിവസം കൊണ്ട്. നമ്മള് കാറ് ഡ്രോപ്പ് ചെയ്ത് നമ്മളെ ഹോട്ടലിലെത്തിയിട്ടുണ്ട്. ഹോട്ടൽ പാരീസ് 602. നമ്മളെ ഇവിടുത്തെ ലാസ്റ്റ് ഡേ റൂം. വലിയൊരു വാഷ്റൂം അല്ലേ? ഓക്കെ. നമ്മൾ ഈ ഹോട്ടലിൽ തന്നെ കയറി കേട്ടോ. വിശന്ന്, അതുകൊണ്ട് നേരെ മേളിലോട്ട് പോരുന്നു. ഇത് പാരീസ് ഹോട്ടലാ. എങ്ങനെ ആംബിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ട്? സംഭവം അടിപൊളി കേട്ടോ, നല്ല വൈബാ. ഇത് ടെറസാണ്. രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുന്ന് തന്നെയാണ്. നമ്മൾ പൊളിക്കും. ഫൈനലി നമ്മളെ ഫുഡ് വന്നു കേട്ടോ. ഒരാൾക്ക് വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യാതായി. 2 ടൂണയാണ് കേട്ടോ. എന്നാലും നമുക്ക് കഴിച്ചു നോക്കാം. ഇത് സംഭവം കൊള്ളാം കേട്ടോ. ഇത് സ്വീറ്റാണ്, കുറച്ച് മധുരമുണ്ട്. സംഭവം അടിപൊളിയാണ്. ഇതിനകത്ത് റൈസ് ഉണ്ട് കേട്ടോ. റൈസ്, പ്രോൺസ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് സംഭവം. പ്രോൺസ് ഉണ്ട്, ടൂണ ഉണ്ട്, റൈസ് ഉണ്ട്.